പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള രീതിയിൽ തന്നെ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ കലാകാരന്മാരുടെ തായ് എന്നുള്ള സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് TPC വളയന്നൂരാണ്. അദ്ദേഹം ഉദ്ഘാടനത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് പരിചയപ്പെടുത്തേണ്ടത് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് നസീർ അലി പുഴക്കാട്. അദ്ദേഹം നിലമ്പൂരിൽ നിന്നാണ് ഇത്രയും ദൂരം താങ്കൾ എത്തിയത്. ഞങ്ങളുടെ ഒരു സൗഹൃദവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു ചെറിയ ഈ പരിപാടിയിലേക്ക് വലിയവർ തന്നെ എത്തിയത് വളരെ സന്തോഷമുണ്ട്. മറ്റൊന്ന് ശ്രീധർ മാഷാണ്. അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ്, ക്യാമറാമാൻ, സ്വന്തമായി സ്റ്റുഡിയോ ചെയ്ത ആളാണ്, എൻ്റെ ബ്രദറുമാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന വെബ് സീരിയലിലൊക്കെ ആർട്ട് ഡയറക്ടറായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആളാണ്. ഇതിലുള്ള ബാക്കിയുള്ളവർ നമ്മുടെ കലാകാരന്മാരും അഭിനേതാക്കളും ഒക്കെ തന്നെയാണ്. ഇത് പിന്നീട് അറിയാം. എന്തായിരുന്നാലും എല്ലാവരെയും ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നന്ദി പ്രകടനം നടത്തുന്നത് നമ്മുടെ സുരജിയുടെ അംഗം തന്നെയാണ്. ടീച്ചറെയും ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യം ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നത് അനുശ്രീയാണ്. അനുശ്രീയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ദിനേശും മകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് മറ്റ് കാര്യങ്ങളിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ നസീർ സാറിനെ ക്ഷണിച്ചു കൊടുക്കും. സ്നേഹം നിറഞ്ഞ കലാ കുടുംബാംഗങ്ങളെ, ഇന്നിവിടെ മാഷ് പുതുതായി ഒരു നൃത്ത കലാകേന്ദ്രം തുടങ്ങുകയാണ്. ചെറിയതിൽ നിന്ന് തുടങ്ങി വലിയതിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഉള്ള സൗകര്യങ്ങൾ പോരാ എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കും നല്ല സൗകര്യപ്രദമായ ഒരു സൗകര്യം ചെയ്തുകൊണ്ട് ഈ ഒരു നല്ല സ്ഥാപനം ഇവിടെ സംഘടിപ്പിക്കാൻ മാഷക്ക് തോന്നിയ അവർ നല്ല മനസ്സിന് ആദ്യമായ ഒരു നമസ്കാരം. കാരണം ഇത് കലാ എന്ന് പറയുമ്പോൾ വളരെയധികം വിപുലമായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നത്തെ തന്നെ എത്ര സ്ഥലമുണ്ടെങ്കിൽ പോലും ഇനിയും വേണം എന്നുള്ള ഒരു കാരണം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് സൗകര്യം വളരെ കുറവായി തോന്നാണ്. കാരണം ഇതിലേക്ക് വരുന്ന ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ, അതായത് ഈ നൃത്ത കലാകേന്ദ്രത്തിലേക്ക് വരുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും ഏറ്റവും നല്ല ഒരു ഇത് തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയമാണ് നൃത്ത കലാകാരൻ. അതിന് എത്രത്തോളം നമ്മൾ സൗകര്യപ്പെടുത്തുന്നു അത്രയും വളരെ നല്ല ഒരു കാര്യമാണ് അതിൽ നിന്നുണ്ടാകുന്നത്. കാരണം വെച്ചാൽ നൃത്തത്തിൽ നമ്മൾ പറയുന്ന പഴയ പോലെ നമ്മളൊക്കെ ഇതിൽ പോകുന്ന കാലത്തും കാണുന്ന കാലത്തും ഇത്രയൊന്നും സൗകര്യമില്ല. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ക്ലാസ് എവിടെയാണോ അവിടെയാണ് നമ്മൾ ഇന്ന് പോയി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലായിക്കൊണ്ടാവും നമ്മളെ മാഷ് ഈ ചെറുതുപോലെ വലുതന്നെ വേണം എന്ന് പറഞ്ഞപ്പോ ഇതിലും ഇത് വലുതാക്കി വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിന്റെ മുഹൂർത്തം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ TPC അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും
അനു മോളല്ലേ മോളല്ലേ സുരേന്ദ്ര മാഷ് ഒരു പടി മുമ്പേ തുടങ്ങി വെച്ചത് ഇത്രയും കാലം നടത്തിക്കൊണ്ടുവന്ന ഈ സൗകര്യം ഒരു പോരായ്മ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഇതിനോടനുബന്ധമായ ഒരു സൗകര്യം വന്നു ചേർന്നപ്പോൾ ഉടനെ അത് കൈവശപ്പെടുത്തി ഇതിലേക്ക് മാറ്റാനുണ്ടായത് വളരെ നല്ല തീരുമാനമാണ്. ഇത് മനസ്സിൽ പോലും ചിന്തിച്ചു നിൽക്കാനുള്ള സമയമില്ല. കാരണം ഇത്രയും സൗകര്യത്തിൽ മറ്റുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ ഉപരി ഇത് വന്നു ചേർന്നത് ആ സമയത്ത് തന്നെ മാഷ് പരിഗണിച്ചതുമൊക്കെ തന്നെ നന്നായി നല്ല കാര്യങ്ങളാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കല ഇത് കുറേ കൂടെ സൗകര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലെ മാഷയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. ഇതിന് മുമ്പ് തന്നെ അവിടെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മളെ കോസ്റ്റ്യൂംസിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെന്തായാലും അതിന് സൗകര്യം കുറെ കൂടുതൽ വേണം. ഇവിടെയാണെങ്കിലും നന്നായി ഈ ധന്യമുഹൂർത്തത്തിൽ ഞങ്ങളെ ക്ഷണിച്ചതിലും ഈ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിലൊക്കെ തന്നെ നന്ദി മാഷോട്. കലാകാരന്മാരുടെ ഒരു സംഘടന എന്നും നൽകി അതിലെ ഞങ്ങൾ തന്നെ അത് വേണം എന്ന് മാഷ ഒരു മനസ്സിലുള്ള തീരുമാനം അത് എന്തുകൊണ്ടോ ഒരു നിമിത്തമായി തീരുമാനിക്കുകയാണ്. ഈ സ്ഥാപനത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നല്ല രീതിയിൽ എന്നുകൊണ്ടും ഇത് തിളങ്ങട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് എൻ്റെ വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള അധ്യക്ഷൻ ഉദ്ഘാടകൻ സംഘാടകർ, ഈ മുഹൂർത്തത്തിൽ എനിക്ക് വാക്കുകേൾക്കാൾ കൂടുതൽ ഉള്ളറിഞ്ഞിട്ടുള്ള സ്നേഹം മനസ്സിലൂടെ വൈബ്രേറ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംസാരം പലപ്പോഴും ആൾക്കാരുടെ ചെവികളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ വൈബ്രേഷൻ പലപ്പോഴും തലച്ചോറുകൾ സ്വീകാര്യം എടുക്കാൻ പറ്റാവുന്ന, റിസീവ് ചെയ്യാൻ പറ്റാവുന്ന തലച്ചോറുകൾക്ക് അതിന് കഴിയും. എന്നതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളറിഞ്ഞിട്ടുള്ള വളരെയധികം സ്നേഹമായിട്ട് ഈ കാര്യത്തിലുണ്ട്. ഇത് എന്ന് മാത്രമല്ല, ശ്രീമന്റെ ഈ ശ്രമത്തിൽ മുകളിൽ ഞാൻ വന്നിരുന്നു. അപ്പം വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊയിലാണ്ടി പട്ടണത്തിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സ്ഥലം കിട്ടിയതിലും അത് താഴോട്ട് പോകുന്നതിൽ താഴോട്ട് പോവുക എന്ന് പറയുന്നത് വിനയം എന്ന് പറയുന്നത് ഏറ്റവും വലിയതാണ്. നമ്മൾ ഉന്നതമായ ഉയർന്ന തലത്തിലുണ്ടെങ്കിൽ താഴെ നിൽക്കുക എന്നുള്ളത് ഉന്നതമായ ഒരു മനസ്സിൻ്റെ കാര്യമാണ്. അപ്പം ഈ വിശാലത ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള പോക്കിലും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വൈകിപ്പോയോ എന്ന് എനിക്ക് സംശയമില്ല. ബസ്സിൽ വരുമ്പോൾ ഉള്ളിൽ കുറ്റബോധമുണ്ടായിരുന്നു. 9 മണിക്കാണ് സന്ദേശം തന്നിട്ടുള്ളത്. ഏതാനും മിനിറ്റുകൾ അങ്ങോട്ട് വൈകിപ്പോയോ ഞാൻ എന്ന് തോന്നുന്നു. പക്ഷേ എത്തുമ്പോൾ നല്ല സമയത്ത് തന്നെയാണ് എനിക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയതും അതേപോലെ ഉദ്ഘാടകനും ഇതൊക്കെ തന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലൊക്കെ തന്നെ അധ്യക്ഷനൊക്കെ തന്നെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കലയോട് സംബന്ധിച്ച്, സുരേഖനെ സംബന്ധിച്ച് ഇപ്പോഴല്ല, മുൻപേ എനിക്കറിയാവുന്നതാണ്. ഇത് മാത്രമല്ല, വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും പറഞ്ഞാലും ഞങ്ങളുടെ എൻ്റെ മനുഷ്യൻ്റെ മകനാണ് യഥാർത്ഥത്തിൽ സുരേഖ എന്ന കാര്യം കൂടിയുണ്ട്. പക്ഷേ ആ ബന്ധത്തിനപ്പുറത്താണ് കലയുടെ ഉന്നതമായ വേദിയിൽ എനിക്ക് മനസ്സുകൊണ്ട് അദ്ദേഹത്തോടുള്ള സ്നേഹമായിട്ട്. അതുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ ക്ഷണിച്ചതിൽ, സംസാരിക്കാനല്ല യഥാർത്ഥത്തിൽ ഈ സ്നേഹം പങ്കിടാൻ ക്ഷണിച്ചതിൽ വളരെയധികം നിറഞ്ഞ മനസ്സുണ്ട്. ഇതിനിയും മുന്നോട്ട് പോകണമെന്നും തുടർച്ചയായിട്ടുള്ള ചിത്രീകരണത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്താൻ പറ്റും, ഈ മുറി ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കത് നിർദ്ദേശിക്കാനുണ്ട്.
മറിച്ച് ഈ കാലഘട്ടത്തിൽ പുതിയ എഡിറ്റിംഗ് ടെക്നോളജിയുടെ ക്യാമറ ടെക്നോളജിയുടെ കാലത്ത് ഈ മുറിയിൽ വെച്ചുകൊണ്ട് തന്നെ പല മേഖലകളിലും ചെയ്യുന്ന ചിത്രങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. അതിന് ഒരു ഗ്രീൻ കളർ പകുതിയിലേക്ക് മേലെയും താഴെയും ഇവിടെയും കൂടിയ സൈഡിൽ കൂടിയായിട്ട് താഴെ പെയിൻ്റടിക്കാൻ വരില്ല, പരവതാനി വെച്ചാൽ മതി. ഗ്രീൻ കളർ വെച്ചുകൊണ്ട് ഇവിടെ തന്നെ ഡാൻസ് മേക്കപ്പ് ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് ചിത്രീകരിച്ചാൽ അത് ഹിമാലയത്തിൻ്റെ മുകളിൽ ചെയ്യുന്നതായിട്ടും അറബിക്കടലിൻ്റെ മുകളിൽ ചെയ്യുന്നതായിട്ടും മേഘപാളികൾക്കിടയിൽ ചെയ്യുന്നതായിട്ടൊക്കെ തന്നെ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. അത് ഞാനിവിടെ തുറന്ന് കാണിക്കാൻ എല്ലാവർക്കും അറിയാം പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സൂചനയിലേക്ക് മാത്രം ഞാൻ വെക്കുകയാണ്. അതൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് കൊണ്ട് തന്നെ പല കലകളും യൂട്യൂബ് ചിത്രങ്ങളൊക്കെ തന്നെ ചിത്രീകരിച്ച് കൊടുക്കാനുള്ള താല്പര്യവും ആഗ്രഹമുള്ളതാണ്. അതുപോലെ നമ്മളത് മൊബൈലൊക്കെ നോക്കിയാൽ അറിയാം, പല ആൾക്കാരും പല മേഖലകളിലും പല പഠനങ്ങളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. ഡാൻസിൻ്റെ പഠനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കൊടുക്കാൻ കഴിയും. ഇത് മാത്രമല്ല, അതിൻ്റെ പുതിയ തരത്തിലുള്ള എഡിറ്റിംഗ് കൂടെ വെക്കുമ്പോൾ അത് മറ്റുള്ള ഇതിനേക്കാൾ കൂടുതൽ ഉന്നതമായ ഉയർന്ന നിലവാരത്തിലേക്ക് വരാനും കൂടി സാധ്യതയുള്ളതാണ്. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ സംരംഭം ഉണ്ടാകുമ്പോൾ അത് മുന്നിൽ വലിയ വിശാലമായ ഒരു രാജമാത തന്നെയാണുള്ളത്, വിശാലമായ വീതി തന്നെയാണുള്ളത്, വഴി തന്നെയാണുള്ളത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ശുഭാപ്തി വിശ്വാസവും ആ ശുഭാപ്തി ചിന്തയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ തൽക്കാലം ചുരുക്കും. ഒരുപാട് സന്തോഷം മാഷെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. മാഷെ ഏകദേശം ഒരു 12 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. കാരണം എൻ്റെ മോളൊരു 3 വയസ്സിൽ ഞാനിവിടെ കൊണ്ടുപോകാനാണ്. നോക്കുമ്പോൾ 15 വയസ്സ് കഴിഞ്ഞു. ആ സമയം തൊട്ടേ മാഷ് പരിചയമുണ്ട്. അപ്പം മാഷക്ക് വരുന്ന ഓരോ ഉയർച്ചയിലും നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്നെ ഏൽപ്പിച്ചുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാനുള്ളതാണ്. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത TPC വളയന്നൂർ സാറിന് എൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും നന്ദി പറയുന്നു. അടുത്തത് അധ്യക്ഷ സ്ഥാനം ആരംഭിച്ച നസീറലി സാറിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും നന്ദി പറയുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന ബാക്കി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയും ശ്രീധരൻ മാഷിനും സുരേന്ദ്രൻ മാഷിനും സ്നേഹത്തിൻ്റെ ഭാഷയും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി. അനുവിനെ ഒന്ന് പരിചയപ്പെടുത്താം. അനു സാധാരണ കുട്ടിയല്ല, ടീച്ചറാണ്, ലെക്ചറാണ്. ഇന്ന് NG കോളേജ് ലെക്ചറാണ്. എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ട് 10-12 വർഷം ഉണ്ടായിട്ടുണ്ട്. മുൻപ് വേറെ സ്ഥലത്ത് പഠിച്ചിട്ടായെന്ന് പറഞ്ഞത്. പിന്നീടാണ് എൻ്റെ അടുത്ത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. നല്ലൊരു മന്ത്രിയാണ്. നമുക്ക് അനുശ്രീ ആകുന്നതാണ്. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ
കണ്ണൻ വര കാണനേ എന്നെ കാത്തിരുന്ന് പയും എന്നടി മാനേ കണ്ണൻ വര കാണനേ എന്നെ കാത്തിരുന്ന് പയും എന്നടി മാനേ കണ്ണൻ വര കാണനേ എന്നെ കാത്തിരുന്ന് പയൻ എന്നടി മാനേ കണ്ണൻ വര കാണനേ സത്യം 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 വെണ്ണിലാവ് പലവും വേളை തന്നിൽ വന്ന് വെണ്ണിലാവ് പലവും വേളை തന്നിൽ വന്ന് ഇന്നിശை പാടി என்புற செய்வான் இன்னிசை பாடி என்புற செய்வான் கண்ணன் வர കാണനേ പെണ്ണേ കാത്തിരുന്ന് പയൻ എന്നടി മാനേ കണ്ണൻ വര കാണനേ പെണ്ണേ കാത്തിരുന്ന് പയൻ എന്നടി മാനേ കണ്ണൻ വര കാണനേ തത്തച്ചം 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 തത്തനം തത്തനം തത്തച്ചം 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 തത്തനം തത്തനം തത്തച്ചി 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 തക്കിട്ട തത്തച്ചി തക്കത്തി തക്കത്തി തക്കിട്ട തത്തച്ചി റത്തി തക്കത്തി തക്കിട്ട തത്തച്ചി തക്കത്തി തക്കത്തി തക്കിട്ട തത്തച്ചി തക്കം ത്രിവദരിച്ചം விந்தை மொழிகள் பல வேதிகை பேசிடுவான் விந்தை மொழிகள் பல வேதிகை பேசிடுவான் விந்தை மொழிகள் பல வேதிகை பேசிடுவான் மந்திரஹாசம் புரிந்து மனதை மயக்கிடுவான் மந்திரஹாசம் புரிந்து மனதை மயக்கிடுவான் கண்ணன் வர കാണനേ പെണ്ണേ കാത്തിരുന്ന് പയൻ എന്നടി മാനേ കണ്ണൻ വര കാണനേ പെണ്ണേ കാത്തിരുന്ന് പയൻ എന്നടി മാനേ
കാന